അക്സെപ്റ്റ് ചെയ്ത് അങ്ങനെ ലോകം മുഴുവൻ ഇന്ന് യോഗ ദിനം ആചരിക്കണം. അതുകൊണ്ട് ഇന്റർനാഷണൽ യോഗ ഡേ, എന്താ പറയാ, നാഷണൽ യോഗ ഡേ. വിദേശങ്ങളിലൊക്കെ എല്ലാ രാജ്യത്തിലും ആളുകൾ എന്ത് ചെയ്യും, യോഗ ചെയ്യും. അപ്പൊ നോക്കൂ, നമുക്കും അതിന്റെ ഒരു ഭാഗ്യം കിട്ടി. എനിക്ക് നിങ്ങളുടെ അടുത്ത് വരാനുള്ള ഒരു ഭാഗ്യം കിട്ടി. വളരെ സന്തോഷം. അതിന് വൈദ്യുതരും പെരുമാനും അതുപോലെ തന്നെ വിദ്യാർത്ഥികളും അതിന്റെ നല്ലൊരു അഭിനന്ദനം, നല്ല കൈയ്യടി. എന്തിനാണ് നമ്മൾ യോഗ ചെയ്യുന്നത്? നിങ്ങളെല്ലാവരും വിദ്യാർത്ഥികളിലാണ് പഠിക്കുന്നത് അല്ലേ? നമ്മളെല്ലാവരും കഴിവുള്ള കുട്ടികളാവട്ടെ, ലോകം മുഴുവൻ അറിയുന്ന കുട്ടികളാവുന്ന എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അറിയുന്ന കുട്ടികളായി മാറാൻ എത്ര പേരുണ്ട് ആഗ്രഹമുണ്ട്? അറിയട്ടെ, എല്ലാവരും അറിയട്ടെ, വേണമല്ലേ? വേണം. അപ്പൊ നമുക്ക് എല്ലാവരും അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു അസറ്റാണ്. നമ്മുടെ ഏറ്റവും വലിയ അസറ്റ് എന്താ പറയുക? നമ്മുടെ വിചാരം നമ്മളെല്ലാം പൈസയാണ് ഏറ്റവും വലിയ അസറ്റ് അല്ലേ? നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് ഏതാണ്? മനുഷ്യന്റെ കഴിവാണ്. എന്താണ് സമ്പത്ത്? കഴിവുള്ളവരായി തീരുക. ആയിരിക്കണം. എങ്ങനെ കഴിവുള്ളവരായി തീരുക? കഴിവ് നമ്മുടെ ഉള്ളിലുണ്ട്. ആ കഴിവുകൾ എങ്ങനെ ഉണർന്നു വേണം. നിങ്ങൾ യോഗ ചെയ്യുമ്പോൾ നിങ്ങൾ അറിയുന്നില്ല, ഒരു മൊട്ട് വിടർന്ന പൂവാണെന്ന് കണ്ടെത്തി ഇതുപോലെ നിങ്ങളുടെ കഴിവുകളൊക്കെ ഉണർത്തുന്നത്. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളെ നൈപുണ്യം, അവിടെ എഴുതിയിട്ടുണ്ട് നൈപുണ്യം, ഇതിനെ വികസിപ്പിക്കാനുള്ള ഒരു നല്ല വഴിയാണ് ഇത് യോഗ എന്നത്. യോഗ എന്ന് പറഞ്ഞാൽ വാക്കിന്റെ അർത്ഥം തന്നെ യുജ് എന്ന സംസ്കൃത ധാതുവിൽ നിന്നാണ്. യുജ് എന്താണ് പറയുക? യുജ്. യുജ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ യോജിപ്പിക്കുക എന്നുള്ള ശബ്ദം പറയുന്നത്. യോജിപ്പിക്കുക, ചേർക്കുക. അപ്പൊ നമ്മൾ ചേർത്ത് എന്തിനോടൊക്കെ ചേർക്കുന്നത്? നമ്മുടെ ഉള്ളില് കഴിവുകളുണ്ട്, ആ കഴിവിനോട് ചേർക്കണം. നിങ്ങൾ ഒരു കാർ, നല്ലൊരു കാർ നമ്മൾ ചെയ്യുക. ഇപ്പൊ BMW കാർ കണ്ടില്ല, ഓടി കാർ കണ്ടോ? നിങ്ങൾ ഇവിടുത്തെ കാലം ഈ വില പിടിച്ച കാറുകളൊക്കെ കണ്ടില്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വലിയ വില പിടിച്ച കാറാണ് BMW. പക്ഷെ ടയർ പഞ്ചറാണ്. ആ കാർ കൊണ്ട് കാര്യമുണ്ടാവും? വലിയ വില പിടിച്ച കാറാണ്. കണ്ടില്ലേ? എങ്ങനെ കാറുണ്ടോ? മെർസിഡീസ് കാറൊക്കെ കണ്ടില്ലേ? കാറിന്റെ ടയർ പഞ്ചറാണ്. കാർ കൊണ്ട് കാര്യമുണ്ടോ? ഇതുപോലെയാണ് ഈ ഹെൽത്ത് ഈസ് ലോസ്റ്റ്, എവരിതിങ് ഈസ് ലോസ്റ്റ്. നമുക്ക് വേണ്ടത് ഏറ്റവും വലിയ സമ്പത്ത്, കഴിവുകൾ വികസിപ്പിക്കാൻ ഏത് വേണം? ഹെൽത്ത് വേണം. അതുകൊണ്ട് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഹെൽത്ത് ഈസ് മൈ വെൽത്ത്. എല്ലാവരും പറയും, അതിന് നമുക്ക് യോഗ ചെയ്യണം. മനസ്സിലായില്ല? അപ്പൊ യോഗ ചെയ്യുമ്പോൾ നമ്മുടെ ഹെൽത്ത് ഓക്കെയാണ്. ഇപ്പൊ നിങ്ങൾക്ക് പലരും ഈ ബിസിനസ്സുകാരൊക്കെ പക്ഷെ മരിച്ചു, അല്ലെങ്കിൽ സ്റ്റോക്ക് അടിച്ചു മരിച്ചു, കേൾക്കാറില്ലേ? എന്താ ഇല്ലാതെ പോയത്? എന്തില്ലാതെ പോയി? ഹെൽത്ത് ഇല്ലാതെ പോയി. അപ്പൊ നമുക്ക് ഹെൽത്ത് വേണം. ഒരു കാറിന്റെ ടയറിലൊക്കെ കാറ്റ് വേണം, വേണ്ടേ? അപ്പോഴാണ് നമുക്ക് കാർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതുപോലെ ഹെൽത്ത് ഈസ് മൈ വെൽത്ത്. ഉറക്കം പറയും, ഉറക്കം പറയണം. അപ്പൊ ഹെൽത്ത് നമ്മൾ കയറിയിട്ട് താനെ വരുമോ? കാറ്റടിക്കട്ടെ ടയറില്, താനെ കാറ്റ് നിറയോ? ഇതുപോലെ ഡെയിലി നമ്മൾ യോഗ ചെയ്യണം. ഇന്റർനാഷണൽ ഡേ മാത്രം ചെയ്താൽ പോരാ, ഡെയിലി യോഗ ചെയ്യണം. നിങ്ങളുടെ ഡെയിലി ചെയ്യാറുണ്ടോ? സ്കൂളിൽ വന്നാൽ ചെയ്യും, സ്കൂളിൽ കമ്പൽസറി. വീട്ടിലാവുമ്പോൾ എത്ര പേര് യോഗ ചെയ്യുന്നവരുണ്ട്? കൈമുക്കും. വീട്ടിലും സൂര്യ നമസ്കാരങ്ങൾ ചെയ്യുന്നവർ എത്ര പേരുണ്ട്? ആകെ 10 പേരുണ്ട്. ബാക്കിയുള്ളവർ ഏത് നമസ്കാരം ചെയ്യാന്നറിയോ? ഏത് ആസനം ചെയ്യാറിയോ? സാറ്റർഡേ സൺഡേ ഏത് ആസനം ചെയ്യാന്നറിയോ? നിങ്ങൾക്ക് യോഗയിലെ ഏറ്റവും ലാസ്റ്റ് ഒരു ആസനമുണ്ട്. യോഗയിലെ ലാസ്റ്റ് ആസനം ഏതാണ്? ശവാസനം. അതായിരിക്കും വീട്ടിൽ. അപ്പൊ ഡെയിലി നമ്മൾ യോഗ ചെയ്താൽ ഹെൽത്ത് ഈസ് മൈ വെൽത്ത്. കമോൺ, എല്ലാവരും ഉറക്കെ പറയും. അപ്പൊ വീട്ടിൽ അച്ഛനോട് അമ്മയോട് പറയണം, രാവിലെ എണീറ്റ് ഞാൻ യോഗ ചെയ്യുമ്പം അച്ഛാ ഹെൽത്ത് ഈസ് മൈ വെൽത്ത്. വേണ്ടേ? ഇനി രണ്ടാമത് നമുക്ക് വേറെ ഒന്ന് വേണം. അതെന്താണ്? ഹെൽത്ത് മാത്രം പോരാ, മൈൻഡ് സ്ട്രോങ് ആവണം. ഇത് വേണം. ഇപ്പൊ നിങ്ങൾ കാണുന്നില്ലേ പത്രത്തിലൊക്കെ ചില കുട്ടികളൊക്കെ പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞ ഡിപ്രഷനായി. പിന്നറിയില്ലേ, ചിലർക്ക് വളരെ സെന്റിമെന്റ് ആണ്, പെട്ടെന്ന് ഡൗൺ ആവും. മാത്സ് പഠിക്കാൻ പറ്റുന്നില്ല, ഫിസിക്സ് പഠിക്കാൻ പറ്റുന്നില്ല. ഇവിടെ തന്നെ 10th കഴിഞ്ഞാൽ എല്ലാവരും സ്കൂളിലേക്കൊക്കെ പോകുന്നു പറഞ്ഞു. അപ്പൊ നമുക്ക് കോൺഫിഡൻസ് വേണം. വേണ്ടേ? വേണ്ടയോ? അപ്പോഴല്ലേ നമുക്ക് വലിയ വലിയ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ സാധിക്കുക. വേണം. 10th കഴിഞ്ഞാൽ നമ്മൾ കേരള സിലബസിലേക്ക് പോകുന്നതിന് കാരണം നമുക്ക് പേടിയുള്ളത് കൊണ്ടാണ്. മാറ്റണ്ടേ? എത്ര പേര് മാറ്റണമെന്നുണ്ട്? എക്സാമിനേഷൻ ഒക്കെ പേടിയുള്ളവർ കൈ നടത്തും. എക്സാമിനേഷൻ പേടിയുള്ളവർ, മാത്സിനെ പേടിക്കുന്നവർ എത്ര പേരുണ്ട്?
സത്യം പറയണം. സയൻസിനെ പേടിക്കുന്നവരുണ്ട്, സയൻസ് സബ്ജക്റ്റിന് പേടിയുള്ളവര്, ഇംഗ്ലീഷ് സബ്ജക്റ്റ് പേടിയുള്ളവർ എത്ര പേരുണ്ട്, പിന്നെ ഹിസ്റ്ററി ഒക്കെ പേടിയുള്ളവര്, സിവിൽ ആ സാധനങ്ങളൊക്കെ പേടിയുള്ളവർ എത്ര പേര്, കമ്പ്യൂട്ടർ പേടിയുള്ളവര്, പിന്നെ അതൊക്കെ പോട്ടെ, വീട്ടിൽ അമ്മയെ പേടിയുള്ളവർ വിശ്വസിക്കാൻ പറ്റില്ല. അത് പോട്ടെ, സ്കൂളിൽ ടീച്ചറെ കാണുന്ന, സ്കൂളില് ടീച്ചേഴ്സിനെ പേടിയുള്ളവർ എത്ര പേരുണ്ട്, അതുകൊണ്ട് ടീച്ചറെ ഉണ്ട്. അപ്പൊ നമ്മളെല്ലാവരും ഈ പേടി മാറ്റണം. വസ്തുവിൽ ടീച്ചർമാരെ പേടിക്കേണ്ട കാര്യമില്ല. അവരൊക്കെ അച്ഛനും അമ്മയ്ക്ക് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മളെ ചീത്ത പറയുന്നത്. കാരണം നമ്മളിലൊക്കെ കഴിവുകളുണ്ട്. ആ കഴിവിനെ ഉണർത്തണം. ആ കഴിവിനെ ഉണർത്താൻ വേണ്ടിയിട്ടാണ് അവരൊക്കെ പറഞ്ഞിരിക്കുന്നത്. ആണോ? നമുക്കറിയില്ല നമ്മുടെ ഉള്ളിൽ എന്തൊക്കെ കഴിവാണുള്ളത്. ഒരു നിങ്ങൾ കണ്ടില്ലേ, ഗുരുവായൂരൊക്കെ പോകുമ്പോൾ നല്ല നല്ല കൈകളിന്റെ ശില്പങ്ങൾ കണ്ടിട്ടില്ലേ? എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ശില്പികൾ അത് കൊത്തി 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 അതിൽ നിന്നും എത്ര നല്ല മനോഹരം ഇതൊക്കെ വാർത്തെടുക്കുന്നു. നിങ്ങൾ കഥകളി കണ്ടിട്ടുണ്ടോ? ഗുരുവായൂരപ്പോഴേക്കും കഥകളി കണ്ടിട്ടുണ്ടോ? ഇവിടെ ആശാനിരിക്കുന്നത് കഥകളിയൊക്കെ പോയി ആൾ പോയി ആ കഥകളിയിലൊക്കെ ആശാന്മാരോട് ചോദിച്ചത് എത്ര പ്രാവശ്യം ചവിട്ടി ഒഴിഞ്ഞ് പാകപ്പെടുത്തിയിട്ടാണ് അവർ വലിയ കലാകാരന്മാരാണ്. അപ്പൊ നമ്മളെ ചീത്ത പിടിക്കുന്നതും നമ്മളോട് ദേഷ്യപ്പെടുന്നതും നമ്മളെ അടിക്കുന്നതും ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ നന്നാവാൻ, അതായത് മനസ്സിനെ സ്ട്രോങ് ആക്കാൻ. എന്താണ്? ഡെയിലി യോഗ ചെയ്യുമ്പോൾ നമ്മുടെ എന്താണെന്നറിയോ, മെന്റലി നമ്മൾ എന്തായി മാറും? സ്ട്രോങ് ആയി മാറും. ഏത് പ്രശ്നത്തിനെയും നമുക്ക് ചാലഞ്ചിനെ ഏറ്റെടുക്കാൻ പറ്റും. തയ്യാറാണോ? നാളെ നിങ്ങളോട് പറയാണ്, ആർ യു റെഡി ഫോർ കോൺകറിംഗ് ഹിമാലയ? എവറസ്റ്റ് കീഴടക്കാൻ തയ്യാറാണോ? എത്ര പേര് തയ്യാറാവും? ഇത് ഞാൻ മറ്റന്നാൾ പോവുകയാണ് അമർനാഥ് യാത്രയ്ക്ക്. ഹിമാലയത്തിന്റെ ഏറ്റവും ടോപ്പ് ഭാഗത്തേക്ക് പോവുകയാണ്. അമർനാഥ് യാത്ര അതുപോലെ തന്നെ വളരെ അപകടപ്പെടുത്തിയ യാത്രയെ ഗ്ലേസിയേറ്റർ മുകളിലൂടെ നിങ്ങൾ പോവാണ്. അപ്പൊ എത്ര പേര് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് തയ്യാറാവും? റെഡി എന്ന് പറയാൻ എത്ര പേര് തയ്യാറാവും? ഇതൊക്കെ നിങ്ങൾ കൈവെക്കും. ഡെയിലി നമ്മൾ യോഗ ചെയ്താൽ നമ്മുടെ മനസ്സ് പ്രിപ്പയർ ചെയ്യണം. മൈൻഡ് ഈസ് ഗെറ്റിംഗ് പ്രിപ്പയർ. വേണോ വേണ്ടയോ? ഇപ്പൊ നിങ്ങൾ അച്ഛനോടും അമ്മയോടും പറയണം, എന്റെ ബോഡി സ്ട്രോങ് ആവണം, എന്റെ മൈൻഡ് സ്ട്രോങ് ആവണം, എനിക്ക് നല്ല സ്കില്ലുണ്ടാവണം. എന്തുണ്ടാവണം? ഇത് മൂന്നുമുണ്ടോ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ജയിക്കാൻ സാധിക്കും. പ്ലസ് നമുക്ക് വേണ്ടത് വിനയം വേണം. എന്ത് വേണം? ഭക്തി വേണം. കാരണം ഈശ്വരാനുഗ്രഹം കൂടി ഉണ്ടെങ്കിലേ, നമുക്ക് ഗുരുത്വം കൂടി ഉണ്ടെങ്കിലേ ഉയരാൻ പറ്റുള്ളൂ. അല്ലെ? ആണോ അല്ലയോ? നമുക്ക് ഈ യോഗയൊക്കെ പറഞ്ഞ മഹർഷിയുടെ പേരെന്താ അറിയുന്നത്? പതഞ്ജലി മഹർഷി. ആരാണ്? അദ്ദേഹം പറയും എപ്പോഴും ഭക്തി ഉണ്ടാവണം, വിനയം ഉണ്ടാവണം, എങ്കിലേ നമുക്ക് ഗുരുത്വം ഉണ്ടാവണം, എങ്കിലേ നമുക്ക് കൂടുതൽ കൂടുതൽ ഉയരാൻ. യോഗയെ കുറിച്ച് ലോകത്തോട് പറഞ്ഞ ഏറ്റവും വലിയൊരു മഹാനാണ് സ്വാമി വിവേകാനന്ദൻ. ആരാണ്? സ്വാമി വിവേകാനന്ദൻ. അദ്ദേഹം യോഗയെ കുറിച്ച് രാജയോഗ എന്ന പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ വായിക്കണം. സ്വാമി വിവേകാനന്ദന്റെ പുസ്തകത്തിന്റെ പേരെന്താണ്? ഉറക്കെ പറയൂ. രാജയോഗ. ഉറക്കെ പറയൂ. അപ്പൊ അദ്ദേഹം പറയുന്നത് ഇതൊക്കെ എന്റെ ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടിയതാണ്. ഒരു ഗുരുത്വം വേണ്ടേ നമുക്ക്? വേണ്ടേ? അതാണ് നിങ്ങൾ വിദ്യാലയങ്ങളിലൊക്കെ വന്ന് ചേർന്നിട്ടുണ്ടെങ്കിൽ ആ ഗുരുത്വമുള്ള കുട്ടികളായി മാറും. കാരണം ഈ സംസ്കൃതി എന്താണ്? ഗുരുക്കന്മാരെ വർദ്ധിക്കുക, നമ്മുടെ സംസ്കൃതിയെ കൊണ്ട് നടക്കുക. അപ്പൊ നിങ്ങൾ എല്ലാവരെയും കാലൊക്കെ ചേർത്തു, കാലം ഇങ്ങനെ അകറ്റി നിർത്തുന്നു. നമുക്ക് രക്ഷ ആരമാന്നൊക്കെ പറയുമ്പോൾ അതൊരു സംസ്കൃതിയാണ്. അങ്ങനെ നമ്മൾ വിനയവും വിവേകവും ഒക്കെ ഉള്ളവരായി നല്ല കുട്ടികളായി മാറുമ്പോൾ നാളെ നിങ്ങൾ അറിയപ്പെടുന്ന വലിയ മഹാന്മാരെ മാറും. ഇപ്പൊ നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾ ആരാണെന്നുള്ളത്. ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു ശില്പമാണ്, അതിങ്ങനെ മനോഹരമായ രൂപമാക്കി വാർത്തെടുത്ത് നാളെ ലോകത്തിന് മുന്നിൽ പ്രസന്റ് ചെയ്യലാണ് ഇവിടുത്തെ ടീച്ചേഴ്സിന്റെയൊക്കെ ലക്ഷ്യം. അവര് നിങ്ങളെ പഠിപ്പിക്കില്ല, നിങ്ങൾ അറിയുന്നില്ല. നിങ്ങൾ ഇതൊന്ന് നല്ലൊരു രൂപത്തെ വാർത്തെടുത്ത് നാളെ കുറെ കഴിഞ്ഞ് ഞങ്ങളെ പ്രായമൊക്കെ ആവുമ്പോഴാണ്, ഓ എന്റെ ടീച്ചർമാർ എത്ര വലിയ കാര്യം ചെയ്തത്, അവരെന്നെ ഇത്രയും വലിയൊരു മഹാനാക്കി മാറ്റിയല്ലോ, ഇത്രയും വലിയൊരു ശ്രേഷ്ഠനായിട്ട് ഒരാളാക്കി മാറ്റിയല്ലോ. അപ്പോഴാണ് നമുക്ക് തിരിച്ചു നോക്കുമ്പോഴാണ് മനസ്സിലായില്ലേ? വേണ്ടയോ? അതുകൊണ്ട് ഡെയിലി നമ്മൾ എന്ത് ചെയ്യണം? ഇതിനകത്തൊക്കെ പറഞ്ഞത് ഡെയിലി എന്താ ചെയ്യുന്നത്? യോഗ ചെയ്യണം. അപ്പൊ അച്ഛനോട് പറയണം, ഹെൽത്ത് ഈസ് മൈ വെൽത്ത് ആൻഡ് സ്ട്രെങ്ത് ഈസ് മൈ മൈൻഡ് ഈസ് മൈ സ്ട്രെങ്ത്. എന്താ പറയാ? മൈ മൈൻഡ് ഈസ് മൈ സ്ട്രെങ്ത് ആൻഡ് സ്കിൽ ഈസ് മൈ അസറ്റ്. എന്താണ്? എന്റെ സ്കില്ലാണ് എന്റെ സമ്പത്ത്. പണം എന്ന് പറയുന്ന സ്കില്ലാണ്, അല്ലെ? പിന്നെ നാലാമത്തെ എന്താ പറയണം? ക്യാരക്ടർ ഈസ് മൈ
Character is my culture. എന്താണ്? Character is my culture. അതാണ് എന്റെ സംസ്കാരം, എന്റെ സ്വഭാവമാണ് എന്റെ സംസ്കാരം. അങ്ങനെ ഒരു ലോകം ഉണ്ടാക്കണ്ടേ നമുക്ക്? വേണോ വേണ്ടേ? നാളെ മുതൽ നിങ്ങൾ എപ്പോഴും ഓർക്കണം ഈ 4 കാര്യം. ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞത്? എല്ലാവരും ഒരുമിച്ച് പറയും, നെഞ്ചത്ത് കൈ വെച്ച് പറയും. ഉറക്കം പറയൂ. ഹെൽത്ത് ഈസ് മൈ, ഉറക്കം പറയൂ. ഓരോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹോർലിക്സ് തന്നെ തോന്നുന്നു. ഉറക്കം പറയണം. മൈൻഡ് ഈസ് മൈ സ്ട്രെങ്ത്. തേർഡ് എന്താ പറഞ്ഞത്? സ്കിൽ ഈസ് മൈ അസറ്റ്. നാലാമത്തെ എന്താ പറഞ്ഞത്? ക്യാരക്ടർ ഈസ് മൈ കൾച്ചർ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ കൊണ്ട് നടക്കാൻ സാധിച്ചാൽ നമ്മളൊരു പുതിയ വ്യക്തിയായി മാറും. വേണ്ടയോ? നാളെ ഞങ്ങളൊക്കെ വയസ്സാകുമ്പോൾ നിങ്ങളൊക്കെ കലക്ടറായിട്ടും നിങ്ങളൊക്കെ വലിയ ഉദ്യോഗത്തിലിരിക്കുന്നത് കാണുമ്പോൾ അന്ന് നിങ്ങളപ്പോൾ ഈ സ്വാമിയെ പണ്ട് കണ്ടിരുന്നല്ലോ. സ്വാമി പറഞ്ഞിട്ടുണ്ടല്ലോ ഹെൽത്ത് ഈസ് മൈ വെൽത്ത് എന്നൊക്കെ. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക? നമ്മൾ നല്ല ഒരു വാഹനം പോകുമ്പോൾ, കാർ പഞ്ചറായാൽ ആ വാഹനം കൊണ്ട് കാര്യമുണ്ടോ? കാറൊക്കെ എന്താണ് പറയാ, BMW, അതിൽ എഞ്ചിൻ നല്ലതല്ലെങ്കിൽ കാര്യമുണ്ടോ? അപ്പൊ നമുക്ക് എഞ്ചിൻ, എഞ്ചിൻ സ്ട്രോങ് ആവണം, കാർ ശരീരം നല്ല ഹെൽത്തി ചെയ്യണം, വേണ്ടേ? അതുപോലെ കഴിവുണ്ടാകണം, കൾച്ചർ ഉണ്ടാകണം. ഇതൊക്കെ ഉള്ളൊരു വ്യക്തിയായിട്ട് നമ്മളെ രൂപപ്പെടുത്താനാണ് വിദ്യാലയങ്ങളിൽ നിങ്ങൾ വന്നിട്ടുള്ളതും ഇന്ന് സൂര്യ നമസ്കാരം ചെയ്യുന്നതും എന്നും സൂര്യ നമസ്കാരം ചെയ്യുന്നതും അങ്ങനെ നല്ല മിടുക്കന്മാരായിട്ടുള്ള മിടുക്കികളായിട്ടുള്ള ഒരു ലോകം നമ്മുടെ വാർത്തെടുത്തത്. നാളെ ചാവക്കാടുള്ളവരൊക്കെ പറയണം, എന്റെ കുട്ടിയെ ഞങ്ങൾക്ക് വിദ്യാലയത്തിൽ പറഞ്ഞയച്ചതായിരുന്നു, ഇങ്ങനൊരു സ്കൂളിലാണ് എന്റെ കുട്ടി വളരേണ്ടത്. നാളെ മറ്റുള്ളവർ പറയണോ വേണ്ടയോ? എല്ലാവരും അത് പറയിപ്പിക്കുമ്പോൾ നാളെ ഈ വിദ്യാനികേതൻ എന്ന് പറയുന്നത് ഗുരുവായൂരിന്റെ തന്നെ ഒരു പുതിയൊരു സമ്പത്തായി മാറും. ഗുരുവായൂരിന്റെ നാളെ കൊണ്ടുവരും. കാരണം കൃഷ്ണൻ ഏറ്റവും ഇഷ്ടം കുട്ടികളുടെ കുട്ടികളുടെ ഇങ്ങനെയുള്ള കുട്ടികളെ കാണുമ്പോൾ ഗുരുവായൂരൊക്കെ പറയുമോ, ഞാൻ വിദ്യാലയകേന്ദ്രത്തിൽ പോയിട്ട് കുറച്ചു നേരം കളിക്കരുത് എന്ന് പറയും. അവസാനം നിങ്ങളുടെ കൂടെ കുട്ടികളുടെ കൂടെ ഗുരുവായൂരപ്പത്തിൽ ഭാഗവതത്തിലൊരു കഥയുണ്ട്. അതില് കുട്ടികളെയൊക്കെ ബ്രഹ്മാവ് മറച്ചു എന്നാണ്. അപ്പൊ കൃഷ്ണൻ തന്നെ കുറേ കുട്ടികൾ അവിടെ വന്ന കുട്ടികളെയൊക്കെ കൃഷ്ണൻ തന്നെ തന്റെ സങ്കല്പം കൊണ്ട് രൂപപ്പെടുത്തി. അവസാനം ഇവരൊക്കെ വീട്ടിൽ പോയപ്പോ ഇവരുടെ അമ്മമാരൊക്കെ ഇവൻ കൃഷ്ണനെ പോലെ പെരുമാറുന്നു, ഇവൻ കൃഷ്ണനെ പോലെ ഉണ്ടല്ലോ, എല്ലാവരും കൃഷ്ണനെ പോലെയാണ്. ഇതേപോലെ നാളെ നിങ്ങളെ കാണുമ്പോൾ കൃഷ്ണൻ ഇവിടെ വന്ന് നിങ്ങളൊക്കെ വീട്ടിലെത്തുന്ന അച്ഛനൊക്കെ തോന്നുന്നു ഇവരെ കൃഷ്ണന്മാരായി മാറിയുള്ളൂ. എന്താ ഒരു രഹസ്യം? അങ്ങനെ മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. നാളെ നിങ്ങള് ലോകത്തിന്റെ നെറുകയിലെത്തുമ്പോൾ പറയണം, വിദ്യാലയത്തിൽ നിന്ന് കിട്ടിയ ഒരു കൾച്ചറാണ്, എഡ്യൂക്കേഷനാണ്, ദിനചര്യയാണ് ഞങ്ങളെ ഈ വലിയ മനുഷ്യരാക്കി മാറ്റിയത്. മനസ്സിലായില്ലേ? അപ്പൊ ഒരു 10-20 കൊല്ലം കഴിഞ്ഞ് നിങ്ങൾ ഈ വിദ്യാലയത്തിൽ വരുമ്പോ നിങ്ങള് ഇവിടെ നാട് ഞാൻ ഇത്രയും നല്ലൊരു വ്യക്തിയായിട്ട് മാറി പറയണ്ടേ? വേണ്ടയോ? ഇത്രയും നല്ല ഒരു സ്കൂളിൽ നിങ്ങൾ എത്തി. അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരെ ഒന്നും നോക്കരുത്. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് വലിയ ഭാഗ്യമാണ്. എത്ര പേർക്ക് തോന്നുന്നുണ്ട് ഇവിടെ വന്നു ചേർന്നത് വലിയ ഭാഗ്യമാണെന്ന്? എത്ര പേർക്ക് തോന്നുന്നുണ്ട്? തോന്നാത്തവർ എത്ര പേരുടെയോ? ഇവിടെ വേണ്ടായിരുന്നു, വേറെ സ്കൂളിലായിരുന്നു നന്നായിരുന്നു. എത്ര പേർക്ക് അങ്ങനെ തോന്നുന്നുണ്ട്? ഇവിടെയാണ് ഏറ്റവും നല്ലതെന്ന് തോന്നിയില്ല എത്ര പേര്? ഞാൻ സത്യമായി എനിക്ക് അസൂയ വരുന്നത് നിങ്ങളെ കൂടെ പഠിക്കണം. കാരണം ഞങ്ങളൊക്കെ പഠിച്ചത് വേറെ തരത്തിലുള്ള സ്കൂളുകളിലാണ്. ഇപ്പോഴാണ് മനസ്സിലായി ഇതൊക്കെ ചെറുപ്പത്തിലേക്ക് പഠിക്കണം. ചെറുപ്പകാലത്തിൽ തോന്നില്ല, എനിക്കൊക്കെ തോന്നും ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം. എത്ര പേർക്ക് തോന്നുന്നത് ഇവിടെ ചേർന്ന് നന്നായി എന്നുള്ളത്? ഇവിടെ കണ്ടിന്യൂ ചെയ്യണമെന്ന് എത്ര പേർക്ക് തോന്നുന്നുണ്ട്? എത്ര പേർക്ക് തോന്നുന്നുണ്ട്? വെറുതെ കൈ കൊണ്ടരുത്. അപ്പൊ നാളെ മുതൽ ഞങ്ങളൊക്കെ നിങ്ങളെ കൂടെയുണ്ട്. നാളെ മുതൽ അപ്പോ നാളെ മുതൽ നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരു യാത്ര. കൈ തരട്ടി കൊടുക്കും. എല്ലാവരും ഒരുമിച്ചല്ലേ നമ്മള്? ആണോ? ഒരുമിച്ചാണോ അല്ലയോ? ഓക്കെ. അപ്പൊ നമ്മളൊരു കളിയൊക്കെ കളിച്ചിട്ടുണ്ട്. സത്യ കാര്യങ്ങളൊക്കെ ക്ഷീണിച്ച പോലെ തോന്നുന്നു. എല്ലാവരും ഒന്ന് കൈയൊന്ന് ചൂടാക്കണം. നല്ലോണം കൈ തട്ടിയേ. ശബ്ദം ഇവിടെ കേൾക്കണം. കൈ തട്ടിയിട്ടുണ്ട്. എല്ലാവരും ശ്രദ്ധ ഉണ്ടോ നോക്കട്ടെ. ഞാൻ വണ്ണ് പറയുമ്പോൾ എല്ലാവരും കൈയടിക്കണേ. വണ്ണ് പറയുമ്പോ റെഡിയായോ? ശ്രദ്ധിച്ചിട്ട് കൈയടിക്കാവോ? എപ്പോഴാ കൈയടിക്കേണ്ടത്? ഉറക്കെ പറയണോ? വണ്ണ് പറയുമ്പോ കൈയടിക്കണം. എപ്പോഴാ കൈയടിക്കേണ്ടത്? തെറ്റിക്കില്ലല്ലോ? റെഡി? ഉറക്കെ പറയണം. റെഡിയാണോ? റെഡി.
ഞാൻ എന്താ പറഞ്ഞത്? ഞാനെന്താ പറഞ്ഞത്? ഞാൻ വൺ പറഞ്ഞോ? പറഞ്ഞോ? ഞാൻ വൺ പറഞ്ഞില്ലേ? ഞാൻ റെഡിയിലല്ലേ പറഞ്ഞപ്പോ ഒന്നുകൂടി നോക്കുന്നത്. എനിക്ക് മൈക്ക് പിടിച്ചോടാൻ പറ്റാത്തത്. എപ്പോഴാ അടിക്കേണ്ടത്? റെഡിയാണോ? ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഇതിനെ അടിക്കുന്നതാണ് ശബ്ദക്കുറവ് എന്ന് പറയുന്നത്. അപ്പൊ ഒന്നുകൂടി ശ്രദ്ധിക്കാം. എപ്പോഴാ അടിക്കേണ്ടത്? വൺ. ഒറ്റ പ്രാവശ്യം അടികൾ. റെഡി? ചിലർക്ക് ഇപ്പോഴും ശ്രദ്ധ വന്നില്ല. വൺ. ഇനി ശ്രദ്ധിക്കണേ, വളരെ ശ്രദ്ധിക്കണം. ഞാൻ ക്ലാപ്പ് ചെയ്യും, ക്ലാപ്പ് ചെയ്യും, അല്ല ക്ലാപ്പ് ചെയ്യും. ഞാൻ ക്ലാപ്പിംഗ് ചെയ്തിട്ടില്ല, ശ്രദ്ധിക്കണം പറഞ്ഞില്ലേ? ക്ലാപ്പ് ചെയ്തിട്ടില്ല. എപ്പോഴും ഓരോരുത്തർ പൊട്ടിക്കുന്നില്ല. ശ്രദ്ധ. അപ്പൊ വളരെ മികക്കന്മാരും മിടുക്കികളാണ് എല്ലാവരും. അപ്പോ ഒരു കാറ്റും കൂടി ചെയ്തിട്ട് നമുക്ക് ഈ ഗ്രൂപ്പ് വേറെ. അപ്പോ ഞാൻ വൺ പറയുമ്പോൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി, ടു പ്രാവശ്യം, ടു ടൈംസ് ഉണ്ടാക്കി. 1 2 അടിക്കും. 1 2. അടുത്ത ഗ്രൂപ്പ് 1 2 അടിക്കും. ഞാൻ ഈ കൈ കാണിക്കുമ്പോൾ നിങ്ങൾ അടിക്കണം, ഈ കൈ കാണിക്കുമ്പോൾ നിങ്ങൾ അടിക്കണം. ഓക്കെ? ഒരുമിച്ച് എന്തെങ്കിലും ശബ്ദം തോന്നുന്നത്, എന്തെങ്കിലും സിമിലാരിറ്റി തോന്നുന്നുണ്ടോ? എന്തെങ്കിലും സിമിലാരിറ്റി തോന്നുന്നു, എന്തെങ്കിലും പോകുന്ന പോലെ തോന്നുന്നു. നമുക്ക് ഒന്നുകൂടി നോക്കാം. 1 2 1 2 1 2. എത്ര പ്രാവശ്യം എഴുതണം? 1 2 1 2 എങ്ങനെയാണ്? തോന്നുന്നുണ്ടോ? ട്രെയിൻ പോകുന്ന പോലെ തോന്നുന്നു. ശരിക്കും നിങ്ങളാണെങ്കിൽ ട്രെയിൻ പോകുന്ന പോലെ തോന്നും. അങ്ങനെ സ്പീഡ് കൂടി ട്രെയിൻ പോകും. നമുക്ക് അങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കും നമ്മുടെ ശബ്ദം. അപ്പൊ വളരെ സന്തോഷം നിങ്ങളെ കണ്ടതിന്. എല്ലാവരും ആ ഈ എന്ന് പറയും. അവർക്ക് പറയണം. ഉറക്കെ പറയും. ഒന്നുകൂടി. ഇങ്ങോട്ട് തിരിച്ച് പറയണം. നിങ്ങൾ അങ്ങോട്ട് ഓക്കെ? വാൻ പറയുമ്പോൾ നിങ്ങൾ ഓക്കെ? ഉറക്കം പറയുന്നത് നീട്ടി പറയണം. ഓക്കെ? വാൻ അങ്ങോട്ട് നോക്കിയില്ലേ? ഇവിടെ സെക്കൻഡ് അങ്ങോട്ട് ഒന്നുകൂടി. ഓക്കെ? പുറകിലുള്ള ഒരു ശബ്ദം കേൾക്കും. ഞാൻ പറയുന്നത് റിപ്പീറ്റ് ചെയ്യല്ലേ, നിങ്ങൾ പറയൂ. സെക്കൻഡ് 2. ബോയ്സിന് കൈ കൊടുക്കുമ്പോൾ ഞാൻ അത്രയും നല്ല ശബ്ദത്തിൽ പറയുന്നത്. ഗേൾസ് ഇവിടെ കുറെ പേര് ശബ്ദത്തിൽ പറയുന്നുണ്ട്. ഉറക്കെ പറയുന്നു. നമുക്ക് ആരെ ഫസ്റ്റ് വാങ്ങിക്കണം. 1
2. അതുകൊണ്ട് വളരെ സന്തോഷം. മിടുക്കന്മാരായ വ്യക്തികളായിട്ട് മാറട്ടെ. നിങ്ങളുടെ മുഖത്ത് തന്നെ നമുക്ക് എക്സ്പ്രഷൻ ഒക്കെ മാറി നല്ല ചിരിക്കും നമുക്കായി. നല്ല ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇന്നത്തെ യോഗാദിന ഇഷ്ടമാണോ എല്ലാവർക്കും? എല്ലാവരും നമുക്ക് വീണ്ടും വരാം, വീണ്ടും കാണാം. അപ്പൊ എല്ലാവർക്കും ഒരു ചെറിയൊരു പാട്ട് കൂടി പാടി നിർത്താൻ നമുക്ക് ഇഷ്ടമാണോ? പാട്ട് പാടാൻ ഇഷ്ടമാണോ? എല്ലാവരും ഒരുമിച്ച് പാടുന്നു. അമ്മ പറഞ്ഞൊരു കഥയാണ്. കയ്യടിച്ച് അമ്മ പറഞ്ഞൊരു കഥയാണ്. ശബ്ദത്തിൽ നല്ല ശബ്ദത്തിൽ ഉറക്ക ശബ്ദത്തിൽ നല്ലോണം ഉറക്ക പാടും. അമ്മ പറഞ്ഞൊരു കഥയാണ്. അമ്മോടു കേൾക്കാൻ രസമാണ്. അവിടെയോ ഇവിടെയോ ഓടി നടക്കും. അന്നാ കുഞ്ഞൻ കഥയാണ്. അമ്മ പറഞ്ഞൊരു കഥയാണ്. അമ്മോടു കേൾക്കാൻ രസമാണ്. അമ്മ പറഞ്ഞൊരു കഥയാണ്. അമ്മോടു കേൾക്കാൻ രസമാണ്. അവിടെയോ ഇവിടെയോ ഓടി നടക്കും. അന്നാൽ കുഞ്ഞൻ കഥയാണ്. ഇത് പാടില്ലേ നമ്മള്? ഇത് പാടില്ലേ നമ്മള്? നമുക്ക് ഇത് പാടിയാലോ? കുറച്ചുകൂടി പഠിച്ചാലോ? വേണോ? വേറെ Sama Shanti Devi
സ്വാമീജിയാണ്. ഋഷിമാരുടെയും ആചാര്യന്മാരുടെയും പുരാതന പഠിപ്പിക്കലുകൾ മനുഷ്യരാശിയുടെ പ്രയോജനത്തിനായി പ്രചരിപ്പിക്കുന്നതിന് സ്വാമീജി തന്റെ ജീവിതം സമർപ്പിച്ചു. അദ്ദേഹത്തെ കുറിച്ച് സനിത ടീച്ചർ നമുക്ക് ഏറെ പറഞ്ഞു തന്നതാണ്. എന്തിനേറെ കൃഷ്ണഭക്തനായ അദ്ദേഹത്തെ കുറിച്ച് പറയുവാൻ വാക്കുകൾ തികയുന്നില്ല. വാക്കുകൾക്ക് അതീതനാണ് സ്വാമീജി. അദ്ദേഹത്തെ സമാന്തരത്തിനായി ശ്രീനാരായണ വിദ്യാനികേതൻ എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ സൊസൈറ്റി വൈസ് പ്രസിഡന്റ് ഷാജി മാഷിനെ ക്ഷണിക്കുന്നു. സമാദരണം ഏറ്റുവാങ്ങുന്നതിനായി സംപൂജ്യ സ്വാമിജിയെയും ക്ഷണിക്കുന്നു. യോഗാദിന അടിപൊളി അടിപൊളി. ലോകത്തിന്റെ നെറുകെ വിജ്ഞാനികേതൻ എത്തണ്ടേ? വേണോ വേണ്ടയോ? വേണ്ടേ? ജാൻവി ഇല്ലേ? എന്താ മോളുടെ പേര്? ഓ, ജാൻവിയുടെ ആ ഓരോ യോഗാസനങ്ങൾ അതിഗംഭീരല്ലേ? ആ ബോഡി എങ്ങനെ ഫ്ലെക്സ്, എത്ര പേർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നവരുണ്ട്? ഇനിയിപ്പോ നിങ്ങളൊക്കെ കൊണ്ട് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം, നമ്മളെ കൊണ്ട് ലോകത്തിന് ആവശ്യമുണ്ട്. നമ്മളെ കൊണ്ട് ലോകത്തിന് ആവശ്യമുണ്ട്. ലോകം കാത്തിരിക്കുകയാണ് നിങ്ങളെ. ഇതിനറിയോ, ഈ ലോകത്തിലെല്ലാം ഒരു സംഗതി, ലോകത്തിന് എന്താ ഇല്ലാത്തതറിയോ? ലോകത്തിന് ഭോഗമുണ്ട്, യോഗയില്ല. ഇതില്ല, ഭോഗമുണ്ട്. കുറെ നിങ്ങൾക്കറിയാലോ, ഇപ്പോഴത്തെ ജങ്ക് ഫുഡ് എന്നൊക്കെ കേട്ടില്ലേ? അതുപോലെ ഫുഡ് പെട്ടെന്ന് വാങ്ങിച്ച് കഴിക്കാൻ പറ്റുന്ന എന്താ പറയാ, ഫാസ്റ്റ് ഫുഡ്. അറിയാമോ നിങ്ങൾക്ക്? ഇതൊക്കെ കഴിച്ച ആളുകളുടെ ശരീരമൊക്കെ കേടുവന്ന് ഇപ്പൊ രോഗികളാണ്. ഇപ്പൊ രോഗമില്ലാത്ത ശരീരം വേണ്ടേ? വേണോ? വേണോ? വേണം. വേണം വേണ്ടേ? അതിന് യോഗ വേണം. അപ്പൊ ഈ ലോകത്തിന് യോഗ വേണം. അതുപോലെ തന്നെ ലോകത്തിന് ധ്യാനം വേണം. ഇപ്പൊ ധ്യാനം ചെയ്യുന്ന സമയത്ത് മനസ്സിന് വളരെയധികം കോൺസെൻട്രേഷൻ വരും, ഏകാഗ്രത വരും, കഴിവുകളൊക്കെ ഉണർന്നു വരും. നിങ്ങളൊക്കെ കഴിവുള്ളവരാണോ? ആണോ? എത്ര പേര് കഴിവുള്ളവരാണ്? എന്ത് കഴിവാണുള്ളത്? കഴിക്കുന്ന കഴിവാണോ? നിങ്ങളെയൊക്കെ കഴിവുള്ളവരാകട്ടെ. എത്ര പേര് കഴിവുള്ളവരാവണം? ആകട്ടെ. ഞാൻ ആകട്ടെ. റെഡി? റെഡിയാണോ? ഞാൻ 1 2 1 2 3 പറഞ്ഞ് ക്ലാപ്പ് ചെയ്യണം. 1 2 1 2 3 1 2 1 2 3 1 2 1 2 3 1 2. അപ്പൊ എല്ലാവരും കഴിവുള്ളവരാണ്. രണ്ട് മന്ത്രങ്ങൾ പഠിക്കണം. എത്ര മന്ത്രം? നിങ്ങൾ തള്ളവരേക്ക് നോക്കും. നിങ്ങളുടെ തള്ളവരെ കാണിക്കുന്നത്. ഈ തള്ളവരില് നിങ്ങൾക്കറിയോ, ഈ തള്ളവരലിന്റെ അകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്താ അറിയോ? ഈ തള്ളവരില് മറ്റുള്ളവർക്ക് അങ്ങനെ ഒരു വിരലില്ല. ഇങ്ങനെ വിരലുണ്ട്, പക്ഷെ തമ്മില് പ്രിന്റ് എന്ന് പറയും. തം പ്രിന്റ് എന്ന് പറയും. എന്താ പറയാ? തമ്പ് ഇംപ്രഷൻ കേട്ടോ നിങ്ങള്? നമ്മൾ ആധാർ കാർഡ് എടുത്ത് തമ്പ് ഇംപ്രഷൻ കൊടുത്തില്ലേ? ഈ തമ്പ് ഇംപ്രഷൻ വേറെ ആർക്കുമില്ല. ഉണ്ടോ? നമ്മുടെ അതേപോലുള്ള തമ്പ് ഇംപ്രഷൻ വേറെ ആർക്കുണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മളൊരു യൂണിക് അല്ലേ? നമ്മുടെ ഉള്ളിൽ ഒരു കഴിവുണ്ട്, മറ്റുള്ളവർക്ക് ഇല്ലാത്തൊരു കഴിവുണ്ട്. കണ്ടെത്തണോ? അതിനാണ് നിങ്ങള് ദിവസവും ഇങ്ങനെ ചൂണ്ടുവരൽ നല്ലവരൊക്കെ ചേർത്ത് ഡെയിലി നിങ്ങളെ ഇരുന്ന് ചെയ്തു നോക്കൂ. എല്ലാവരും നിവർന്നിക്കൂ. ഞാൻ ചൊല്ലുന്ന പോലെ ചൊല്ലണം. നിങ്ങളെ വീട്ടിൽ ചെന്ന് പ്രാക്ടീസ് ചെയ്യണം. നിവർന്നിരിക്കണം. ചൂണ്ടുവരലും കഴിവുണ്ട്. ഇതിനകത്ത് കഴിവുണ്ട്. ചൂണ്ടുവരലും നല്ലവരൊക്കെ ചേർത്ത് ഞാൻ ചൊല്ലുന്ന പോലെ ചൊല്ലണേ. നട്ടലിന്റെ അടിയിൽ നിന്ന് വരുന്ന ശബ്ദം. ഞാൻ ചൊല്ലിക്കഴിഞ്ഞത്
ഞാൻ ചൊല്ലുമ്പോൾ നിങ്ങൾ മനസ്സിൽ കൗണ്ട് ചെയ്യണം. എത്ര 1 2 3 4 5 6 ഇങ്ങനെ കൗണ്ട് ചെയ്യണം. എത്ര വരെ ഞാൻ ചൊല്ലുന്നുണ്ട്. ഓ ഈ കണ്ണടച്ച് എല്ലാവരും നിവർന്നില്ലേ നോക്കട്ടെ എത്ര പേര്. ഞാൻ കൗണ്ട് ചെയ്യും, നിങ്ങൾ ഓക്കെ. 1 2 3 സ്റ്റാർട്ട്. മതി. ഇതൊക്കെ കുറുക്കൻ ഓരിടുന്ന പോലും ഇടുന്നത് ഒറ്റ ശ്വാസത്തിൽ എടുക്കണം. പിന്നെ ഇടയ്ക്ക് ശ്വാസം എടുക്കാൻ പാടില്ല. ഇടയ്ക്ക് ജീവൻ മാറ്റം ഒരൊറ്റ ശ്വാസത്തില് കേട്ടോ. അങ്ങനെ എത്ര പേർക്ക് പറ്റുള്ളൂ അവിടെ. നമുക്ക് ഒരുമിച്ച് ചെയ്യാം, അപ്പൊ അറിയാൻ പറ്റും. റെഡി 1 2 കണ്ണടയ്ക്കണം. നമ്മുടെ കഴിവ് സ്കിൽ ഡെവലപ്പ് ചെയ്യാനാണ്. 1 2 3 സ്റ്റാർട്ട്. ഒന്നുകൂടി ശ്വാസം എടുക്കുക. എല്ലാവരും കണ്ണടയ്ക്കണം. ശ്വാസം എടുക്കണം. 1 2 3 സ്റ്റാർട്ട്. വീണ്ടും ശ്വാസം എടുക്കണം. ശ്വാസം ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ മന്ത്രം നമസ്തേ. ഇത് ഡെയിലി നിങ്ങൾ വീട്ടിൽ ചെയ്തു നോക്കൂ. അവസാനം നിങ്ങൾ അമ്മയുടെ അച്ഛനൊക്കെ മുഖത്ത് നോക്കുമ്പോൾ എന്തൊരു സന്തോഷമാണ് കിട്ടുന്നറിയും. അപ്പൊ നമ്മൾ എന്തിനാ ഈ ലോകത്തിൽ വന്നാൽ 2 കാര്യം. എന്തിനാണെന്നറിയോ? ഒന്ന് കഴിവ് കണ്ടെത്തുക. എന്തിനാണ്? ആർക്കും ഇല്ലാത്തൊരു കഴിവ് നമ്മളിലുണ്ട്. കണ്ടെത്തല്ലേ? എന്തിനാണ്? നമ്മളെ ഉയർത്തണം, നമ്മുടെ ചുറ്റുപാടിനെയും കൈപിടിച്ച്. എന്താ വേണ്ടത്? നമ്മൾ ഉയരണം. നമ്മുടെ വീടും അച്ഛനും അമ്മയും ചുറ്റുപാടൊക്കെ ഉയർത്തണ്ടേ? വേണം. ആരെയും നമ്മള് താഴ്ത്താനോ തളർത്താനോ പാടില്ല. ആരെയും നമ്മള് വേദനിപ്പിക്കാനോ തളർത്താനോ പാടില്ല. നമ്മുടെ അച്ഛനെയൊക്കെ വേദനിപ്പിക്കാറുണ്ടോ? ഒട്ടുമില്ലല്ലോ. അമ്മയെ വേദനിപ്പിക്കാറുണ്ടോ? ഇത്രയും നുണ പറയുന്ന കൊണ്ട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അമ്മയെ ആരും വേദനിപ്പിക്കാറില്ല, നുണ പറയരുത്. ഇടയ്ക്കൊക്കെ വേദനിപ്പിക്കുന്നവര് കൈ വെക്കൂ. അപ്പൊ എല്ലാ നുണയിലെ വന്നത് നിങ്ങൾ അമ്മയെ വേദനിപ്പിക്കാൻ പാടില്ല. പിന്നെ ആരെ വേദനിപ്പിക്കാൻ പാടില്ല? അച്ഛനെ വേദനിപ്പിക്കാൻ പാടില്ല. ചേച്ചിയുള്ളവർ എത്ര പേരുണ്ട്? ചേച്ചിയെ പിച്ചുന്നവർ എത്ര പേരുണ്ട്? കൈ പൊക്കാഴ്ച. അപ്പൊ ചേച്ചിയെ ഉപദ്രവിക്കാൻ പാടില്ല. ഏട്ടനുള്ളവർ എത്ര പേരുണ്ട്? ചേട്ടനുള്ളവര് ഉപദ്രവിക്കുന്നവർ എത്ര പേര്? പോയി പിച്ചുന്നവര് കൈ താത്തു. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം? ഭക്ഷണം വേസ്റ്റ് ആക്കാൻ പാടില്ല. അതൊരു പാപമാണ്. ഇല്ലേ? ഭക്ഷണം വേസ്റ്റ് ആക്കാറുണ്ടോ നിങ്ങള്? ഇതുപോലെ നമ്മളെ വഴികൾ കണ്ടിട്ട് വേസ്റ്റ് ആക്കാറില്ല. സത്യം ഇത് വിശ്വസിച്ചോട്ടെ. അതേപോലെ തന്നെ വീടൊക്കെ വൃത്തിയാക്കി വെക്കണം. അങ്ങനെ ചെയ്തവരുണ്ടോ? എത്ര പേരുണ്ട്?
നിങ്ങളുടെ മുറിയിൽ വന്ന് കണ്ടാലേ അറിയുള്ളൂ സത്യം ഇതാണ്. അതുകൊണ്ട് നമ്മൾ രണ്ട് കാര്യം എന്താണ്? കഴിവ് കണ്ടെത്തണം, പറയൂ. മറ്റുള്ളവരെ കൈപിടിച്ചുയർത്തണം. എന്തിനാണ് നമ്മളിവിടെ വന്നത്? കഴിവ് കണ്ടെത്തണം, മറ്റുള്ളവരെ കൈപിടിച്ച് ഉയർത്തണം. എന്തിനാണ് നമ്മൾ വന്നത്? ഇരുന്നുണ്ടാണെന്നോ? ഇരുന്നുണ്ടാനാണോ വന്നത്? എന്തിനാണ് നമ്മൾ വന്നത്? ആരുടെ കഴിവ്? അച്ഛൻ്റെ അമ്മയുടെ കഴിവല്ല, നമ്മുടെ കഴിവ്. നമ്മുടെ കഴിവ് കണ്ടെത്തണം. പിന്നെ എന്തിനാ വന്നത്? ആരെ കൈപിടിച്ചു ഉയർത്തണം? വീട്ടിൽ ചെന്നിട്ട് അമ്മയെ പിടിച്ചിട്ട് കടന്നുറക്കുമ്പോൾ അമ്മയെ കൈ പിടിച്ചു ഉയർത്താൻ പോവുകയാണ്. അപ്പൊ രണ്ടെണ്ണം തരുന്നില്ല. അപ്പൊ കൈ പിടിച്ചു ഉയർത്താൻ പറഞ്ഞാൽ കൈ പിടിച്ചു ഉയർത്തലാണോ? ആരെയും ഉപദ്രവിക്കാതിരിക്കലാണ്, അല്ലേ? നമ്മളെ കൊണ്ട് നല്ല കാര്യം ചെയ്യലാണ്, സഹായം ചെയ്യലാണ്, അല്ലേ? അപ്പൊ അത് സാധിക്കട്ടെ. അങ്ങനെയുള്ള മിടുക്കന്മാരും മിടുക്കികളായിട്ട് നിങ്ങൾ മാറട്ടെ. നല്ല വിശന്നിരിക്കുന്ന സമയമാണ്. അപ്പൊ അതുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. വീണ്ടും നമുക്ക് കാണാൻ ഗുരുക്കന്മാരുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാ ഗുരുപരമ്പരകളെയും അനുഗ്രഹം എന്നും നിങ്ങളെ കൂടെ ഉണ്ടാവട്ടെ. ഭഗവാൻ ശ്രീകൃഷ്ണനെ പുണ്യ പവിത്ര ഭൂമിയാണ് ഗുരുവായൂര്. എന്നോട് ചേർന്നുള്ള ചാവക്കാട് എന്തായാലും ഗുരുവായൂരപ്പൻ അനുഗ്രഹം ഉണ്ടാവും. വളരെ സന്തോഷം. പൈതൃകം വിളിച്ചിരിക്കുന്ന ഈ യോഗ, അതും ഇന്റർനാഷണൽ യോഗ ദിനത്തിലൊക്കെ ഈ യോഗാ ദിനത്തിൽ പങ്കെടുക്കാൻ സാധിച്ച ഞാനും ഭാഗ്യവാനാണ്. സ്കൂൾ ടീച്ചേഴ്സിനും മാനേജ്മെന്റിനും നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസകളും അതുപോലെ ആയുരാരോഗ്യ സൗഖ്യം നടന്നുകൊണ്ട് നിർത്തുന്നു. ലോകം മുഴുവൻ അറിയപ്പെടുന്ന കുട്ടികളായി നിങ്ങൾ മാറട്ടെ എന്ന് ആശംസിക്കുന്നു, അനുഗ്രഹിക്കുന്നു. സ്വാമിജി എല്ലാവർക്കും ഇഷ്ടമായില്ലേ? നമുക്ക് പറയണ്ടേ സ്വാമിജീനെ? എന്നാണ് പറഞ്ഞാൽ സ്വാമിജി നിങ്ങൾക്ക് താല്പര്യമുള്ള ദിവസം പറഞ്ഞ സ്വാമിജി പറയും. ഇപ്പൊ നമുക്ക് രണ്ട് കുട്ടികൾക്ക് രണ്ട് കുട്ടികൾക്ക് സമ്മാനം കൊടുത്തുകൊണ്ട് ഇന്നത്തെ സമ്മാനദാന പരിപാടി സ്വാമിജി ഉദ്ഘാടനം ചെയ്ത് സ്വാമിജിക്ക് പെട്ടെന്ന് പോകേണ്ടതുകൊണ്ട് സ്വാമിജി പോകും. അപ്പൊ ആ രണ്ട് കുട്ടികളെ സ്നേഹത്തോടു കൂടി കുട്ടികൾക്ക് First category girls. Aradhyayam. First prize. First category girls. First category boys. First prize. Trinendra BN. പൈതൃകത്തിനെ സംബന്ധിച്ച് വളരെ സന്തോഷം.